ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല എരിവുള്ള നാടൻ മിച്ചർ എങ്ങനെ റെഡിയാക്കാം എന്നതിനെ പറ്റിയാണ് കേട്ടോ. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് മിച്ചർ തയ്യാറാക്കിയെടുക്കാം. അതിപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പൊടി മാറ്റി വയ്ക്കണം കേട്ടോ. ഞാനപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഓർത്തത്. ഞാനപ്പോൾ 1/2 കപ്പ് പൊടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കും. ആ ടൈമിൽ ചെറുതായിട്ട് കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം നിങ്ങളിതൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി വയ്ക്കാം. മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുഴച്ചെടുത്ത് അപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമുണ്ട്. ഞാനപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം മാറ്റി വെച്ചല്ലോ ബൂന്തി റെഡിയാക്കാനായിട്ട്, ആ മാവിലേക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് നല്ലതുപോലെ കട്ടയൊക്കെ ഉടച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബൂന്തി പെർഫെക്റ്റ് ആയിട്ട് കരികരിപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 3 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടുതലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ 3/4 കപ്പ് കപ്പലണ്ടി, 6 ഉണക്കമുളക്, 1/4 കപ്പ് പൊട്ടുകടല, 3/4 കപ്പ് കോൺഫ്ലെക്സ്, 8 വലിയ അല്ലി വെളുത്തുള്ളി തൊണ്ടോട് കൂടി തന്നെ ചതച്ചെടുത്തതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഒത്തിരി ആഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സേവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഹോളുള്ള ചില്ലാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സേവ് റെഡിയാക്കി എടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അച്ചിലേക്ക് ഇട്ട് എടുത്തിരിക്കുന്ന മാവ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിടാം. അപ്പോൾ ഒരു സൈഡ് കുക്കാവാനായിട്ട് ഏകദേശം ഒരു 25-30 സെക്കൻഡൊക്കെ മതിയാവും. നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതുപോലെ നല്ലതുപോലെ തിള വരും. അപ്പോൾ ഈ തിളക്കുന്ന ബബിൾസൊക്കെ ഒന്ന് താഴുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ തിളക്കലൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒത്തിരി നേരം എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി പുറത്ത് വയ്ക്കുമ്പോൾ അതൊന്നുകൂടെ ക്രിസ്പി ആയിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ മാവും ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബൂന്തിയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഈ ഒരു ഹോൾ ടൈപ്പ് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബൂന്തിക്കായി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബൂന്തി നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം മാത്രം കോരി മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തതുപോലെ ആവും. അപ്പം നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. ആ ഒരു ടൈമിൽ കോരി മാറ്റാം. അപ്പോൾ ബൂന്തിയെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം നമുക്കിത് ഈ എണ്ണയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് വരും. പിന്നെ അത് കോരി മാറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ കോൺഫ്ലെക്സും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഒരു 2-3 സെക്കൻഡൊക്കെ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പൊട്ടുകടലയും ഇതുപോലെ തന്നെയാണ്, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക്, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മിക്സറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സേവ് ഒന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ചെറുതായിട്ട് പൊടിച്ചെടുക്കരുത്. അപ്പോൾ ഞാൻ എല്ലാ സേവും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കായപ്പൊടി, മുളക് പൊടി, ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപ്പൂടെ ഈ ടൈമിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമുക്കിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.